സുഹൃത്തെന്നുള്ളതല്ല, ഒരു സഹോദരൻ്റെ തുല്യനായിരുന്നു. എന്നെക്കാൾ ഒരു വയസ്സിന് മൂത്തതാണ്. എപ്പോഴും ഒരു കാരണവർ സ്ഥാനത്താണ്. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡെന്ന് പറയുമ്പോഴത്തേക്ക് എന്നോടും എൻ്റെ കുടുംബത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന അവരുടെ ഫാമിലിയുമായിട്ട് ഉള്ള ഇഴചേർന്ന ബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. സഹോദരങ്ങൾ നിയാസാണെങ്കിലും നിസാമാണെങ്കിലും ഞാനും ഏകദേശം ഞങ്ങളെല്ലാം അടുത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഈ നമ്മൾ ഇതിനിടയ്ക്ക് ഒരു ദിവസം എന്നോട് പിന്നെ ഷോൾഡർ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 6 മാസം മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിടാ, ഞാൻ കാണിക്കുന്ന ഡോക്ടറുണ്ട്, കാർഡിയ ഡോക്ടറാണ്, അപ്പം ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ അവിടെ ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് പുള്ളിനെ ക്ലിനിക്കിൽ പറഞ്ഞയച്ച് മൾട്ടി ക്ലിനിക്കാണ്. അവിടെ ചെന്നിട്ട് ഇതെല്ലാം ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് അറിയാവുന്ന ഡോക്ടർ കൂടെ പല ആർട്ടിസ്റ്റുകളെ ഞാൻ അവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് നമുക്ക് ഹാപ്പിയായി. ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ 6 മാസം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മളടുത്ത് ഇതിനെക്കുറിച്ച് ഞങ്ങൾ പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പിന്നീട് നമ്മളൊരു ദിവസം ഇങ്ങനെ എനിക്കൊരു മെസ്സേജ് വന്നു. കലാഭവൻ നവാസ് മരണപ്പെട്ടു. നവാസ് എന്നാണ് കണ്ടത്. കാരണം എനിക്ക് നവാസ് എന്നൊന്നും ചിന്തിക്കുന്നില്ല. നവാസ് അങ്ങനെ ഒരു നടനുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് അൻസിബയാണ് വിളിച്ച് ചോദിച്ചത്. അപ്പോൾ അവളെ വിളിച്ചിട്ട് എടുത്തില്ല. എന്തോ ഇലക്ഷൻ തിരക്കിലൊക്കെ ഉണ്ട്. ഞാൻ പിന്നീട് മൊബൈൽ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അടുത്ത ടിനി ടോമിൻ്റെ വോയിസ് മെസ്സേജ് കിടന്നു. എടാ, നമ്മുടെ നവാസ് പോയടാന്ന് പറഞ്ഞു.